നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അടുക്കളയ്ക്ക് സൗമ്യ സുഗന്ധവും വിഭവങ്ങൾക്ക് രുചിയും. കേരളത്തിന്റെ സഹകരണ ശുദ്ധി ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ, ഒരു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പന്നം. കിടപ്പ് രോഗികളുടെ അഭയകേന്ദ്രമായ പെരിങ്ങണ്ടൂർ പോപ്പ് ജോൺ പോൾ പീസ് ഹോമിൽ ആഘോഷ ആരവം തീർത്ത് ക്രിസ്മസ് രാവ്. ബത്ലഹേം 2024 എന്ന പേരിൽ ആഘോഷമേളം തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്തു. കന്യാസ്ത്രീകളുടെ നേതൃത്വത്തിൽ ക്രിസ്മസ് ഗാനാലാപനം. കലാസദന്റെ അന്തോണിക്കുട്ടിയുടെ ഒരു ദിനം നാടകമരങ്ങേറി. ജീവിതം മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടി പോരാടിയ സർക്കാർ ജീവനക്കാരായ ദമ്പതികൾ സമ്പാദിച്ചതെല്ലാം ഒടുവിൽ സഹപ്രവർത്തകരുടെ കൂട്ടായ്മയ്ക്ക് കൈമാറി. തെക്കുംകര കരിമത്രയിൽ നിന്നാണ് ഏറെ മഹത്തരമായ വാർത്ത. മുല്ലക്കൽ പത്മനാഭൻ, ഭാര്യ വിലാസിനി എന്നിവരാണ് 7 സെന്റ് ഭൂമിയും കോൺക്രീറ്റ് വീടും പെൻഷനർമാരുടെ സംഘടനയായ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന് കൈമാറിയത്. മരണപത്ര പ്രകാരം ലഭിച്ച സ്വത്തുക്കളിൽ KSSPU തെക്കുംകര യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു. മത്തമ്മ നിലയം ജില്ലാ പ്രസിഡന്റ് EV ദശരഥൻ ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരിയിൽ KSRTC ബസ് സ്റ്റാൻഡ് അനുവദിക്കണമെന്ന് NSS തലപ്പള്ളി താലൂക്ക് യൂണിയൻ. പാർലിക്കാട് മാരാത്തുകുന്ന് റെയിൽവേ ഗേറ്റുകൾ ഒഴിവാക്കി മേൽപ്പാലങ്ങൾ നിർമ്മിക്കണമെന്ന് യൂണിയൻ വാർഷിക പൊതുയോഗം. യൂണിയന്റെയും ആലീശ്വരം ശിവക്ഷേത്രത്തിന്റെയും വരവ് ചെലവ് കണക്കും ബജറ്റും അവതരിപ്പിച്ചു. 2,51,58,520 രൂപ വരവും 2,51,58,058 രൂപ ചെലവും പ്രതീക്ഷിക്കുന്നതാണ് യൂണിയൻ ബജറ്റ്. 26,07,500 രൂപ വരവും ചിലവും വരുന്ന ക്ഷേത്ര ബജറ്റ് അംഗീകരിച്ചു. പത്മ കഫേ തലപ്പള്ളിയിൽ ആരംഭിക്കും. 1 കോടി രൂപ നീക്കിവെച്ചു. മന്നം പ്രാർത്ഥനാ ഹാളിന് 20 ലക്ഷം. പഴയന്നൂരിൽ ഹോട്ടലിൽ വൻ അഗ്നിബാധ. 3 നില കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന രവീന്ദ്ര ഹോട്ടലിലാണ് തീ പടർന്നത്. ഭക്ഷണം പാചകം ചെയ്യുന്നതിനിടെ എണ്ണയിൽ നിന്നാണ് തീ ആളിപ്പടർന്നതെന്ന് സൂചന. തീ അണച്ചത് വടക്കാഞ്ചേരി, ആലത്തൂർ എന്നിവിടങ്ങളിൽ നിന്നെത്തിയ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഉദ്യോഗസ്ഥർ. വയനാട് മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ പട്ടികയിലെ ഇരട്ടിപ്പ് കൃത്യമായി പരിശോധിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ഇരട്ടിപ്പ് വന്ന ഒരു പേരും പട്ടികയിൽ ഇനി ഉണ്ടാകില്ലെന്ന് ഉറപ്പ്. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ച ചെറിയ കാര്യമല്ല, കർശന നടപടി ഉണ്ടാകുമെന്നും മന്ത്രി. പ്രശ്നപരിഹാരത്തിനായി ജനുവരി 10 വരെ സമയം അനുവദിച്ചതായും കെ രാജൻ. ഓൺലൈൻ ഷെയർ ഇടപാടിൽ ലക്ഷങ്ങളുടെ ലാഭം വാഗ്ദാനം ചെയ്ത് പിറവം സ്വദേശിയിൽ നിന്ന് 39,80,000 രൂപ തട്ടിയെടുത്ത കേസ്. പോട്ട പഴമ്പിള്ളി പുല്ലൻ വീട്ടിൽ നബിൻ പിടിയിൽ. ആലുവ സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത് 26 വയസ്സുകാരനെ. സംസ്ഥാനത്ത് റേഷൻ പഞ്ചസാര ഇനി വല്ലാതെ കൈക്കും. ഒറ്റയടിക്ക് വില വർദ്ധിപ്പിച്ചത് 6 രൂപ. പഞ്ചസാര വില 21 രൂപയിൽ നിന്ന് 27 രൂപയിലെത്തി. വിതരണത്തിലൂടെ സർക്കാരിനുണ്ടാകുന്ന പ്രതിവർഷ ബാധ്യത കുറയ്ക്കുക ലക്ഷ്യം. പഞ്ചസാര ലഭിക്കുന്നത് അന്ത്യോദയ അന്നയോജന ഗുണഭോക്താക്കൾക്ക് മാത്രം. ഭക്തിയുടെ കൊടുമുടി കീഴടക്കി പാർലിക്കാട് നൈമിഷാരണ്യത്തിൽ പരമതത്വ സമീക്ഷാ സത്രം. ചൊവ്വാഴ്ച അവതാര ഘോഷയാത്ര നടക്കും. തത്വപ്രവചനത്തിന് ശേഷമാണ് ഘോഷയാത്ര. 100 കണക്കിന് പേർ കണ്ണികളാകും. വാദ്യമേള ഘോഷങ്ങൾ അകമ്പടിയാകും. സന്താന ഗോപാലമൂർത്തിയുടെ ആവാസഗേഹമായ അത്താണി ആനേടത്ത് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹിമ. ബ്രോഷർ പുറത്തിറങ്ങി. ഗുരുവായൂർ മുൻ മേൽശാന്തി
മധുസൂദനൻ നമ്പൂതിരി ബ്രോഷർ പ്രകാശനം നിർവഹിച്ചു. കുന്നുംകുളം ACP CR സന്തോഷ് ആദ്യ കോപ്പി ഏറ്റുവാങ്ങി. പ്രതിഷ്ഠാദിനം ഫെബ്രുവരി 1-2 തീയതികൾ.